രണ്ടുപേരും എവിടെ പോയിരുന്നു? ജോലി കഴിഞ്ഞതും എന്നെ വന്ന് കാണാൻ പറഞ്ഞിരുന്നില്ലേ? ഒരു ചെറിയ പ്രശ്നത്തിൽ കുടുങ്ങി, അതുകൊണ്ടാ വരാൻ പറ്റാത്തത്. ആ ഗ്ലോബിനെ ഇറ്റാലിയുടെ അരമനയുടെ കീഴെ ശരിക്ക് വെച്ചോ? ശരിയായി വെച്ചു എന്ന് പറയാൻ പറ്റില്ല. ഹീമാൻ ഞങ്ങളെ തടഞ്ഞ് അത് എടുത്തുകൊണ്ടുപോയി. രണ്ടുപേർക്കും എന്താ ബുദ്ധി മരവിച്ചു പോയോ? വേഗം പോയി ആ ഗ്ലോബിനെ അവിടെ തന്നെ കുഴിച്ചിട്ട് വരുമോ? അപ്പോഴേ അതവിടെ വളരൂ. വീണ്ടും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് വളരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അവരുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച ആ ഗ്ലോബിനെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുവച്ചത്? ഞാൻ അതെടുത്ത് ഗ്രേസ്കൽ കോട്ടയിൽ ഭദ്രമായി ഒളിച്ചു വെച്ചിട്ടുണ്ട്. നന്നായി, നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളുടെ നന്ദി ഹീമാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഹീമാന്റെ അടുത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് വരൂ. ആ രാജകുമാര, രാജകുമാരനെ അച്ഛൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എവിടെയാ പോയിരുന്നത്? ഞാനും വീരമിത്രനും ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്കും അറിയാം. ആദ്യം പോയി രാജകുമാരൻ അച്ഛനെ കണ്ടിട്ട് വരൂ. അവിടെ ചെല്ലുമ്പോ നിങ്ങൾക്കൊരു അത്ഭുതം കാണാൻ സാധിക്കും. ഇവൻ നമ്മുടെ ബന്ധുവാണ്, നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാവ്, നീ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ അവസാനമായിട്ട് നിന്നെ കണ്ടത്. ഓ, വളരെ സന്തോഷം. ഇവനിവിടെ താമസിക്കുന്നിടത്തോളം ഇവനെ സംരക്ഷിക്കേണ്ടത് നിന്റെ കടമയാണെന്ന് നീ മറക്കണ്ട. എനിക്ക് മറ്റു ചില പ്രധാനപ്പെട്ട ജോലികളുണ്ടല്ലോ. ഇതെന്റെ കൽപ്പനയാണ്. ഇപ്പോൾ നീ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി എവിടെയെല്ലാം കറങ്ങാൻ പറ്റുമോ അവിടെയെല്ലാം കറങ്ങി സന്തോഷപ്പെടുത്തി കൊണ്ടുപോവാ. ആ ശരി, അങ്ങനെ തന്നെ ആവട്ടെ. എന്നാ നമുക്ക് പോകാം. എന്താ ഇത്ര ധൃതി? വരാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാ, ഇദ്ദേഹമാണ് വീരമിത്രൻ. ഈ പേര് നിങ്ങൾക്ക് അത്ര ചേരുന്നില്ലല്ലോ. വേറെ ഒരു പേരും എനിക്ക് വെച്ചില്ലല്ലോ. അതേതായാലും വളരെ നന്നായി. ഇപ്പൊ എന്തിനാ ചിരിക്കുന്നത്? എന്റെ പേര് മായൻ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഹായ്. നിങ്ങൾക്ക് എന്റെ മാജിക് കാണാൻ താല്പര്യമുണ്ടോ? അതൊന്നും വേണ്ട. ദാ, ഇതെന്താണ്? ഇതാരുടെയാ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് ഞാൻ പുതുതായി ഉണ്ടാക്കിയ ഒരു യന്ത്രമാണ്. ഇതുകൊണ്ട് എന്ത് ഉപയോഗം? ഇത് വെച്ച് പാറപ്രദേശങ്ങളെ തകർത്ത് കൃഷിസ്ഥലങ്ങളായി മാറ്റാൻ പോവുകയാണ്. അത് അവിടെ തന്നെ വെച്ചേക്ക്. ഞാൻ ഇനിയും പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. വിഷമിക്കണ്ട, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയാം. വേണ്ട, അത് തുടരുത്. ക്ഷമിക്കണം, പക്ഷേ ഇത് നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം ഇവരോട് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കരുതെന്നും പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ഒന്ന് പുറത്തു പോയിട്ട് വന്നാലെന്താ? ഇതേതായാലും നല്ല ആലോചനയമായൻ. നീ അവന്റെ കൂടെ പോയിക്കോ. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെ കൂടുതലാ. അതിരിക്കട്ടെ, നീ എന്താ എല്ലാരോടും ഒരു അലംഭാവം കാണിക്കുന്നത്? അതെ, ഈ മുതിർന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും നമ്മളെ കുറ്റം പറയാനേ നേരെ ഉള്ളൂ. നിനക്കറിയാഞ്ഞിട്ടാ, വീരമിത്രനും രാജകുമാരനും വളരെ നല്ലവരാ. ഓ, അങ്ങനോ? അതും കാണാം. ആ, അവനിവിടെ ഉള്ളിടത്തോളം നമുക്ക് തലവേദനയാ മിച്ചം. എനിക്കാകെ വിഷമം തോന്നുന്നു. ഇവൻ കാരണം എന്തോ വലിയ ആപത്ത് വരുമെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. എന്തായാലും അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ശരി, അതൊക്കെ പോകട്ടെ. ഈ പുതിയ യന്ത്രം പരീക്ഷിച്ചു നോക്കുന്നതിനായി നിങ്ങളും എന്റെ കൂടെ മലപ്രദേശത്തേക്ക് വരണം. അക്കാര്യം ഞാൻ മറന്നുപോയി. ശരി, വരൂ. പോകുന്നതിന് മുമ്പ് അവനെ ആരോടെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പോകാം. അവനെ വെച്ചോണ്ട് ആരാ കഷ്ടപ്പെടാൻ പോകുന്ന അറിയില്ലാത്തത്. അങ്ങ് പൊക്കോളൂ രാജകുമാര, ഞാൻ ഇവിടെ നോക്കിക്കോളാം. എനിക്കൊരു പ്രയാസമില്ല. ഇത് നോക്ക്, നീ ഇങ്ങേരുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവണം. അവിടെയുള്ള ഒരു വാഹനവും നീ ഉപയോഗിക്കാൻ പാടില്ല. അത് അപകടം പിടിച്ചതാണ്. എനിക്ക് മനസ്സിലായി. വിഷമിക്കണ്ട, ഈ ചെറിയ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗംഭീരം. വീണ്ടും ഒന്ന് ചാടിക്കേ. വീണ്ടും ചാടാനോ? എന്നെ കൊണ്ട് പറ്റില്ല. കളിയും ചിരിയൊക്കെ ഇതുകൊണ്ടങ്ങ് നിർത്തിക്കോ കേട്ടോ. വേറൊരു മാർഗവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. ഓ, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ശരി, അത് വെച്ച് ആ പാറകളെ ഒന്ന് ഉടച്ചു നോക്കൂ. എന്നെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കഷ്ടമാ. ശരി, മാറിപ്പോകൂ. എന്റെ ഈ പുതിയ യന്ത്രം കൊണ്ട് അത് തകർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഉടച്ചു നോക്കൂ. വളരെ മൃദുവായിട്ടുണ്ട്. ഇനിയും കുറച്ച് ജോലി ബാക്കിയുണ്ട്. വേഗം തീർക്കണം. അവനവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകാൻ തോന്നുന്നു. എടാ ചെറുക്കാ, നീ ഇത് എവിടെ പോയി? എടാ കൊച്ചനെ, നീ ഇത് എവിടെ പോയി കിടക്കുവാ? ഇവനിത് എവിടെ പോയെന്ന് അറിയില്ലല്ലോ. രാജകുമാരൻ എങ്ങാണ്ട് പറഞ്ഞ എനിക്കാ കുഴപ്പം. നീ ഇത് എവിടാ?
എവിടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കി ഒന്ന് അറിയിച്ചുകൂടായോ? വാ പോകാം. ഇതാണ് എനിക്ക് വളരെ രസകരമായിട്ടുള്ളത്. ഏയ്! പോകരുത്, പറയുന്നത് കേക്ക്. അവിടെ നിൽക്ക്. നീ ആ സൈഡിൽ കാണുന്ന ചുമന്ന സ്വിച്ച് ഒന്ന് ഞെക്കിയാൽ മതി. പഴയ പോലെ വീണ്ടും താഴെ ഇറങ്ങാൻ പറ്റും. അതിനേക്കാളും നല്ലൊരു ആലോചനയല്ല ഞാനിപ്പോൾ. ഈ മേന മാന്ത്രിക ഗോളം എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും. നമ്മളത് കണ്ടുപിടിക്കുമെന്ന് നമ്മുടെ യജമാനൻ എങ്ങനെയാ പ്രതീക്ഷിക്കുക? അദ്ദേഹം പറയുന്ന ഒരു ജോലിയും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. നീ പറയുന്നത് നമ്മുടെ യജമാനൻ കേട്ടേക്കും. കേക്കട്ടെ. നീ മറന്നുപോയോ നമുക്കും ശക്തിയുണ്ടെന്നുള്ള കാര്യം? ഞാൻ വിചാരിച്ചാൽ എന്താ അത്? അതെന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ദീർഘദൃഷ്ടി ഉപയോഗിക്ക്. ഏതോ ഒരു കൊച്ചു പയ്യനും ആ ഇരുമ്പ് മനുഷ്യന് എങ്ങോട്ടോ പറന്നു വെക്കോണ്ടിരിക്കുകയാണ്. അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. എല്ലാം ശരിയായിട്ടുണ്ട്, ജോലി തുടങ്ങാം. അതാ നോക്കൂ, അത് നമ്മുടെ വാഹനം പോലെ തോന്നുന്നില്ലേ? ഇതൊന്ന് താഴെ ഇറക്ക്, വേഗം. ശരി ശരി, സമാധാനമായിട്ടിരിക്കെ. എന്താ ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ. രക്ഷിക്കണേ. അവർ രണ്ടുപേരും എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയും തോന്നുന്നു. വേഗം പോകൂ. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങുക ശക്തി കൂടിവ. അവൻ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നമുക്ക് കണ്ടുപിടിക്കാം. വണ്ടി ആ പാറകളുടെ പിന്നിലേക്ക് കൊണ്ടുപോകും. ഓ ഹീമേൻ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇവിടെ എന്താ നടന്നത്? അത് ഇവൻ രാജകുമാരന്റെ ബന്ധുവാണ്. എന്നോട് നോക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇവന്റെ ഇഷ്ടത്തിന് ആ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. അതാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? വെറുതെ ഒരു രസത്തിന് ഇതാ. ഇതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ആപത്തുണ്ടായിരുന്നെങ്കിലോ? ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾക്കൊന്നും പറ്റാഞ്ഞ. നിങ്ങൾ രക്ഷിച്ചല്ലോ. നിന്റെ ഈ കുസൃതി കാരണം വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അവരെ നീ കാണുന്നുണ്ടോ? എനിക്കിപ്പോൾ കാണാം. അവന്മാർ ആ പാറയുടെ പുറകുവശത്തിരിപ്പുണ്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഗവേഷണത്തിലാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. അതുവരെ നീ നിന്റെ മുറിയിൽ പോയി വിശ്രമിക്കുക. രാജകുമാരൻ എന്നെ എല്ലായിടും കറങ്ങാൻ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നല്ലോ. നീ ചെയ്ത കാര്യം രാജകുമാരൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഒരു സ്ഥലത്തേക്കും പറഞ്ഞേക്കില്ല. ആ ചെറുക്കൻ ആരായിരിക്കും? എനിക്കറിയില്ല. എന്നാൽ അവൻ ബലഹീനനാണ്. നമ്മുടെ ജോലിക്ക് അവനെ നമുക്ക് ഉപയോഗിക്കാം. പാറകൾ തകർക്കാൻ ഇതാണ് ശരിയായ അളവ്. ഇനിയും കുറച്ച് ശക്തി കൂട്ടട്ടെ. പ്രമാദം. ഈ മണ്ണ് പരീക്ഷണശാലയിലേക്ക് എടുത്തുകൊണ്ടു പോകാം. ഇത് വളമായിട്ട് ഉപയോഗിക്കാമെന്ന് കൂടി ഞാൻ വിചാരിക്കുകയാണ്. വാ പോകാം. നമ്മൾ അന്വേഷിച്ചു വന്ന മാന്ത്രിക ഗോളം ഹീമേന്റെ കയ്യിലില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളിപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പാറ തകർക്കുന്ന യന്ത്രം നമുക്ക് എന്തിനാണ്? അത് നമുക്ക് ഗ്രേസ്കൽ കോട്ടയുടെ ഭിത്തികളിൽ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ യജമാനൻ അസ്ഥികൂടൻ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ അല്ലേ? അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അതിനുശേഷം ശക്തി മുഴുവനും നമ്മുടെ സ്വന്തമാകും. ശരി, എന്നാൽ അത് ഉടനെ തന്നെ അവരുടെ പക്കൽ നിന്ന് നമുക്ക് എടുത്തോണ്ട് പോകാം. വാ. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? കാരണം ഹീമാനെ നമുക്ക് എതിർക്കേണ്ടി വരും. പിന്നെ അതെങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടും? അതിന് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അത് നമുക്ക് വേണ്ടി ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാം. ഇതൊന്നും അത്ര ശരിയല്ല. എന്നോടെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് വരാൻ പറഞ്ഞത് അങ്ങ് തന്നെ അല്ലേ? ആ വാഹനത്തിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല പോയത്. രസമായിരിക്കും വിചാരിച്ചാ ഞാൻ അതിൽ കയറിയത്. നീ രസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നിനക്കും ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ കാര്യം എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. അതിന് എനിക്ക് ആരുടെയും സഹായം ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. വീരമിത്ര, ഞാൻ ഇവന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വരാം. ശ്രമിച്ചു നോക്ക്. അപ്പോ ആരുടെ സഹായം നിനക്ക് ആവശ്യമില്ല അല്ലേ? ശരിക്കും മനസ്സിലാക്കി. എന്നാൽ എനിക്ക് ആവശ്യമുണ്ട്. എന്നെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ സഹായം എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പക്ഷെ ആ ഹീമേൻ മാത്രം ആരുടെ സഹായവും ആവശ്യപ്പെടുന്നില്ലല്ലോ. നീ വിചാരിക്കുന്നത് ശരിയല്ല.
നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ വിചാരിക്കുന്നതിനേക്കാൾ ഹീമാനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നോക്ക്, നീ തന്നെ നിന്നെ സഹായിച്ചാലും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അപ്പം നിനക്ക് എന്തു തോന്നും? ഒരു പക്ഷെ ജീവൻ പോയാലോ? നന്നായി ആലോചിച്ച് നോക്ക്. അതെ, ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോയി കാണുന്നതിന് എന്തോ പ്രശ്നം ഉണ്ടാകാനാ? ശരി ശരി, നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപയോഗിച്ചു നോക്കൂ. വാങ്ങണമെന്നൊന്നും ഇല്ല. ആ കെട്ടിടത്തിന്റെ മേലേക്കൊന്ന് വീശി നോക്കി. ഇതെനിക്ക് തീർച്ചയായിട്ടും വേണം. കളിക്കല്ലേ, കാശ് തന്നിട്ട് കൊണ്ടുപോ. നിങ്ങൾക്ക് ഇത് മതിയാകുമെന്ന് തോന്നുന്നു. ആ ആ, ഇത് മതി. ഇനി അത് നിനക്ക് സ്വന്തമാ. ധാരാളം എടുത്തോണ്ട് പോകോ. ആ, ഒരു നിമിഷം മോനെ. അതിന് ഞാനാണ് പണം കൊടുത്തത്. പക്ഷെ അത് നീ വെച്ചോളൂ. എനിക്ക് വേണ്ടി നീ ഒരു ചെറിയ സഹായം ചെയ്താൽ മതി. എന്ത് വേണം പറയൂ. അരമനയിലുള്ള ഗവേഷകന്റെ അടുത്ത് നിന്ന് ഒരു വസ്തു എടുത്തുകൊണ്ടുവരണം. അത്രേ ഉള്ളോ? ദാ ഉടനെ തന്നെ കൊണ്ടുവരാമല്ലോ. കൊള്ളാം. അയാളുടെ ഗവേഷണശാലയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു പെട്ടിയില്ലേ? അതെ, അതെവിടാണെന്നും എനിക്കറിയാം. അതെനിക്ക് വേണ്ടി എടുത്തുകൊണ്ടുവരാമോ? അപ്പോൾ നിങ്ങൾ വാങ്ങി തന്ന ഇത് ഞാൻ എടുത്തോട്ടെ? പറയൂ. ശരി. അപ്പൊ ഞാൻ പോയി ഉടനെ എടുത്തോണ്ട് വരാം. ഇനി മുതലാണ് ഹീമാനും ഹിറ്റാനിയയ്ക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നാളെ രാവിലെ നീ നാട്ടിലേക്ക് പോണം. ഇവിടെ ഉണ്ടായിരുന്നവരെ സന്തോഷമായിരുന്നില്ലേ? വലിയ കുഴപ്പമില്ലായിരുന്നു. മഹാരാജാവേ, മഹാറാണി, ഞാൻ കണ്ടുപിടിച്ച പുതിയ യന്ത്രം ആരോ കട്ടുകൊണ്ടുപോയിരിക്കുന്നു. ആ യന്ത്രം കൊണ്ട് പലർക്കും ഉപകാരം കിട്ടിയിരിക്കും. ആരാണത് കട്ടുകൊണ്ടുപോയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ മനസ്സിലാവോ? നമ്മുടെ ഗ്രഹത്തിൽ തകർക്കാൻ പറ്റാത്തത് ഏതാണ്? ഗ്രേസ്കൽ കോട്ടയുടെ ചുവരുകളാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അസ്ഥികൂടൻ ആ യന്ത്രം ഉപയോഗിച്ച് കോട്ടക്കുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങനെ നടന്നാൽ നമ്മുടെ നാട് എന്നേക്കും ദുഷ്ടശക്തികൾക്ക് ഇരയായി തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവുമോ? മരിച്ചു പോവുമോ? നീ എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? കുറച്ചറിയാം. ഇത് വലിയ പ്രശ്നമാണ്. നിനക്ക് എന്തറിയാമോ അത് പറയേ. ഇവിടെ നിന്ന് ഒരു യന്ത്രം എടുത്തുകൊണ്ട് വരാൻ മാർക്കറ്റിൽ വെച്ച് എന്നോടൊരു മുത്തശ്ശി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾ തീർച്ചയായും ഒരു ദുഷ്ടശക്തിയായിരിക്കും. അവര് നിങ്ങളുടെ സുഹൃത്താണെന്നാ പറഞ്ഞേ. ഒരു ബൂമറാങ്ങും എനിക്ക് വാങ്ങി തന്നു. നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ? വീരമിത്ര, ഉടനെ നമ്മുടെ സൈന്യങ്ങളെ തയ്യാറാക്കൂ. ഇനി നമ്മളെ രക്ഷിക്കണമെങ്കിൽ ആ ഹീമാനെ കൊണ്ട് മാത്രമേ കഴിയൂ. വേഗം പോകൂ. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ ഇടപെടണേ. അവനെ കൊണ്ട് ആപത്ത് വരുമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം കഴിഞ്ഞ് തെറ്റ് തിരുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്രേസ്കൽ കോട്ടയുടെ ഭിത്തികൾ ബലഹീനമാകും. അതിനുശേഷം എളുപ്പത്തിനുള്ളിൽ കയറാം. നമ്മുടെ യന്ത്രങ്ങൾ ഇപ്പോൾ ആ ഗ്ലോബിന്റെ വളർച്ചയെ നിയന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഹീമൻ മാന്ത്രിക ഗോളം ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ കോട്ടയിലായിരിക്കും. അതമർത്ത്. നമ്മൾ നിർത്തുന്നത് വരെ അത് വലുതായി വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് അത്രമേൽ പെരുകി വളർന്നാൽ ഈ കോട്ട തന്നെ തകർത്ത് പുറത്തു വന്നേക്കും. അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ ആ ഭിത്തികളെ ബലഹീനമാക്കാം. ആപത്തുകൾ വരുന്ന പോലുണ്ടല്ലോ. ശത്രുക്കൾ നമ്മുടെ കോട്ടയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാ ശൂന്യം. കോട്ടയുടെ വാതിലുകൾ കീറി തുടങ്ങിയിരിക്കുന്നു. എനിക്കിതിനെ എതിർക്കാനുള്ള ശക്തിയില്ല. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഹീമാൻ, വേഗം അകത്തേക്ക് വരൂ.
ഹീമാൻ, ഇതാ ഞാൻ വരുന്നു. അവിടെ നോക്ക്, കോട്ടയുടെ വാതിലുകൾ തുറന്നു കഴിഞ്ഞു. ഗ്രേസ്കൽ ഇനി മുതൽ നമ്മുടെ സ്വന്തമാണ്. ഇനി നമുക്ക് ഹീമേനെ കൊണ്ടുള്ള ഒരു ശല്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ഹീമേൻ, നിങ്ങൾക്ക് എന്ത് പറ്റി? നീ ഉടനെ പോയി എന്റെ യന്ത്രം എടുത്തുകൊണ്ടുവരൂ. ആ കുട്ടിയെ തടഞ്ഞു നിർത്ത്. നിന്റെ ഈ ബൂമറാങ് ഉപയോഗിച്ച് ആ യന്ത്രം എടുത്തുകൊണ്ടുവരൂ. ഓ, ആ ഉടനെ തന്നെ ഇതിന്റെ പ്രവർത്തനം വേറെ രീതിയിലേക്ക് മാറ്റണം. ഒന്ന് നിൽക്ക്, ഇപ്പൊ നമുക്ക് പൊരുതി നോക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലിയില്ല. ഏയ് വേണ്ട, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ ഹീമാൻ. വേണ്ട, ഞങ്ങളെ വിട്ടേക്ക്. പറയുന്ന അനുസരിക്ക്. വീരമിത്ര, ഇവരെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. ഹീമാൻ, വേഗം അകത്തേക്ക് വരൂ. നമ്മുടെ കോട്ട ഇപ്പൊ അപകടത്തിലാണ്. മറ്റൊരു ശക്തിക്കും ഇതിനെ അനക്കാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. ഹീമാൻ, നിങ്ങളുടെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കൂ. ശ്രമിക്കൂ. പുറത്തേക്ക് തള്ളൂ. നിങ്ങളെ കൊണ്ട് എന്നെ പുറത്തു കൊണ്ടുപോയി വിടാൻ പറ്റുമോ? നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. എന്തായാലും ആ ബോൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. നമ്മൾ എല്ലാരും തന്നെ തെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നീ ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറായില്ലേ? അത് നന്നായി. നീ ഒരു സാമർത്ഥ്യശാലിയാണെന്ന് നിന്റെ പ്രവൃത്തി മൂലം ഞങ്ങളെ തെളിയിച്ചു കാണിച്ചു. വളരെ നന്ദി. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ. അതനുസരിച്ചാ ഞാൻ ചെയ്തത്. നീയും വീരമിത്രനെ സഹായിച്ചുകൊണ്ട് ഹീമാൻ വളരെ സന്തോഷമായി. സത്യമാണോ? അദ്ദേഹം നിങ്ങളോട് പറഞ്ഞോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു വരികയായിരുന്നു. ആ, ശരി, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിക്കും. മോനെ, ഒരു സാധനം നീ മറന്നിട്ട് പോവാണ്. ദേ, ഇതാണ് ആ സാധനം. മായൻ പറഞ്ഞത് കേൾക്ക്, അത് വലിച്ചെറിയരുത്. ആ, എന്നോട് ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് അത് എറിയണ്ടെന്ന് പറഞ്ഞത്?